ഓം നമോ ഭഗവതേ വാസുദേവായ. 32-ാം ദശകത്തിൽ മത്സ്യാവതാരവും ഹയഗ്രീവവധവുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 6-ാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനത്തിലെ മഹാപ്രളയകാലത്ത് ബ്രഹ്മാവ് ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങളെ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ വേദങ്ങളെ വീണ്ടെടുക്കാനായിട്ട് മഹാവിഷ്ണു മത്സ്യാവതാരമെടുക്കുകയാണ്. ദ്രമിളദേശത്തിൻ്റെ അധിപനായിട്ടുള്ള സത്യവ്രതൻ എന്ന രാജാവ് ഒരിക്കൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മത്സ്യത്തിൻ്റെ രൂപത്തിൽ അങ്ങ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കയറിക്കൂടി. രാജാവ് അത് വീണ്ടും ജലത്തിലേക്ക് തന്നെ ആക്കിയപ്പോൾ മറ്റു മത്സ്യങ്ങളെ പേടിയുണ്ടെന്നുള്ള ഭാവത്തിൽ അങ്ങ് നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കമലണ്ടുലുവിലെ മത്സ്യത്തിനെ ഇട്ട് തൻ്റെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അദ്ദേഹം നോക്കുമ്പോൾ കമണ്ടലു നിറഞ്ഞ് ആ മത്സ്യം വളർന്നിരിക്കണം. അപ്പോൾ അദ്ദേഹം ഒരു കിണറ്റിൽ കൊണ്ടിടുകയാണ്. ആ കിണർ നിറഞ്ഞത് കണ്ടപ്പോൾ വലിയൊരു കുളത്തിലിട്ടു. ആ കുളത്തിലും അങ്ങ് ആ മത്സ്യം വലുതായപ്പോൾ രാജാവ് ഒരു മഹാസരസ്സിൽ കൊണ്ടിടുകയാണ്. ആ മഹാസരസ്സിലും അങ്ങ് വലുതായി നിറഞ്ഞപ്പോൾ രാജാവ് നദിയിലും കൊണ്ടിടുകയാണ്. നദിയിലും നിറഞ്ഞപ്പോൾ സമുദ്രത്തിലേക്ക് അങ്ങയെ കൊണ്ടിട്ടു. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് നിസ്സാര മത്സ്യമല്ല, ഭഗവാൻ തന്നെയാണെന്ന്. അപ്പോൾ തനിക്ക് പ്രളയത്തിൻ്റെ കാലാവസ്ഥ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ 7 ദിവസം ക്ഷമിച്ചിരിക്കുവാൻ പറയുകയാണ്. 7-ാമത്തെ ദിവസം ഗംഭീരമായ വർഷവും പ്രളയം ആഗതമാവുകയും ചെയ്തു. സത്യവ്രതനും സപ്തർഷിമാരും വളരെയധികം കഷ്ടപ്പാട് സഹിച്ചു. അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഒരു തോണിയിൽ കയറി ആ തോണി അങ്ങയുടെ ലക്ഷയോജന വിസ്താരത്തിൽ മത്സ്യമായി വന്നപ്പോൾ അങ്ങയുടെ തേറ്റയിൽ തോണി കെട്ടിയിട്ടു. അങ്ങ് ഈ തോണിയെയും വഹിച്ചുകൊണ്ട് സപ്തർഷിമാരെയും സത്യവ്രത മഹാരാജാവിനെയും ഈ പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. പ്രളയാവസാനത്തിൽ അങ്ങ് സപ്തർഷിമാരെ പഴയപടി എത്തിക്കുകയും സത്യവ്രത മഹാരാജാവിനെ വൈവസ്വതമനുവാക്കി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം വളരെയധികം ക്രോധത്തോടുകൂടി വേദങ്ങൾ മോഷ്ടിച്ച ഹയഗ്രീവനെ വധിച്ചു എന്ന് വേദം വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകുന്നു. ഇത്രയുമാണ് 32-ാം ദശകത്തിൽ പ്രതിപാദിക്കുന്നത്. പുരാ ഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാദൃതേഷു വേദേഷ്വതിൽസ കില മത്സ്യരൂപം സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സംജ്വലിതാകൃതിസ്ത്വൽ അമൃതശ്യഥാ കശ്ചന ബാലമീനം ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോഭി കലശീഞ്ചകൂപം വാഭീം സരശാനശിഷേ
വിഭോ ത്വം യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പുഷ്ടാം മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസേ പ്രാപ്തേ ത്വദുക്തേഹ നിവാരിധാരാം പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുൽഘൂർണമാന ശരണം യയോ ത്വാം ധരാം ത്വദാദേശകരീം അവാപ്തം നൗരൂപിണീം മാരുരുഹുസ്തദാ തേ തൽകമ്പകംപ്രേഷു ച തേഷു ഭൂയസ്ത്വമംബുധേരാവിരഭൂർമഹീയാൻ ഝഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാം മുനയസ്ത്വദുക്ര്യാഗാം തുംഗശൃംഗേ തരണീം ബബന്ധും ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരഞ്ചോപദിശന്നചാരിം കൽപ്പാവധൗ സപ്തമുനീൻ പുരോവൽ പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാക്യം മനുമാദധാന ക്രോധാദ്ധയഗ്രീവമഭിദ്രുതോ ഭൂം സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വം വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപതി പ്രപായ. 32-ാം ദശകം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ